ദീപക്, ഇത് പി.വി. അൻവറും അല്ല അദ്ദേഹത്തിൻ്റെ DMK എടുക്കുന്ന ഇഷ്യൂ ഇത്തരത്തിൽ കാട്ടാന മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നു. അത് മണി മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ കണ്ട കണ്ണീരിന് കയ്യും കണക്കൂല ഈ കാലത്ത്. അപ്പോൾ അതിൽ അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കൽ അങ്ങേയറ്റം തെറ്റായ സമരരീതിയാണെന്ന് പറയുമ്പോൾ പോലും ഈ പാതിരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് പറയുന്ന ന്യായം എന്താണ്, കാരണം എന്താണ് ദീപക്? ഇതിൽ വനം മന്ത്രി 24നോട് പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് പ്രകോപനം സൃഷ്ടിക്കുകയും അക്രമം ഉണ്ടാക്കുകയുമാണ്, അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയുമാണ് പി.വി. അൻവർ MLA ചെയ്തത്. അതായത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള കടുത്ത നടപടി എടുത്തിട്ടില്ല. കാരണം പൊതുമുതൽ നശിപ്പിക്കാനുള്ള ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ പൊതുമുതൽ പൂട്ടിക്കിടക്കുന്ന DFO ഓഫീസിൽ കയറി അക്രമം നടത്തി എന്നുള്ളതാണ് ഈ പി.വി. അൻവറിനെതിരായ അറസ്റ്റിൻ്റെ കാരണം. അക്രമം നടത്തുകയും പിന്നീട് പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ പോലീസിൻ്റെ പണിയെടുക്കും എന്നുള്ളതാണ് വനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഞാൻ വനമന്ത്രിയോട് ചോദിച്ചൊരു കാര്യം, മുഖ്യമന്ത്രിയാണല്ലോ ഇതിന് പുറകിൽ എന്നാണല്ലോ പറയുന്നത്. P. ശശിയുടെയും മുഖ്യമന്ത്രിയുടെയും അജിത് കുമാറിൻ്റെയും പേര് പറയുന്നല്ലോ. ഈ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. പൊതുമുതൽ നശിപ്പിച്ചാൽ സർക്കാരിൻ്റെ നിലപാട് ഇതാണ്. പക്ഷേ പ്രതിഷേധങ്ങളോട് വളരെ സഹിഷ്ണുതാപരമായ നിലപാടെടുക്കും. ഇപ്പോൾ അൻവർ നടത്തുന്നതെല്ലാം താൻ ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള അഭ്യാസങ്ങൾ മാത്രമാണ് എന്നാണ് AK ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. മലപ്പുറത്തെ CPIM ജില്ലാ സെക്രട്ടറിയും അനിലും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ജാഥ നടത്താൻ വേണ്ടി ആളെ കിട്ടാത്ത സാഹചര്യത്തിൽ ജാഥ നിർത്താൻ ഒരു കാരണമുണ്ടാക്കി അതിനുവേണ്ടി അക്രമം നടത്തി എന്നുള്ളതാണ്. പ്രതിപക്ഷം അൻവറിന് കൂടുതൽ പിന്തുണ നൽകുമ്പോൾ, അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത്, അദ്ദേഹം പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ അൻവറിന് നൽകുന്നു. എന്നാൽ അതേ സമയത്ത് ഇടതുമുന്നണി ഒറ്റക്കെട്ടായി, അതായത് വനമന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ CPIM നേതൃത്വവും പോലീസിൻ്റെ നടപടിയെ ശരിവെക്കുകയാണ്. മാത്രവുമല്ല, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൃത്യമായ ചില ഇൻ്റലിജൻസ് സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തതും. വളരെ അതീവ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കി നേരെ തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും LDFൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.